കാർത്തിക നക്ഷത്രക്കാരെ, ജൂലൈ മാസം നിങ്ങൾക്കൊരു കാര്യം പഠിപ്പിച്ചു. എല്ലാവരും നിങ്ങളുടെ വിജയത്തിൽ സന്തോഷിക്കില്ല. ചിലർ നിങ്ങളുടെ മുന്നിൽ ചിരിച്ചു, പക്ഷെ പിന്നിൽ നിന്ന് തീരുമാനങ്ങളെ ചോദ്യം ചെയ്തു. ചിലർ നിങ്ങളുടെ കഴിവിനെ അഭിനന്ദിച്ചു, പക്ഷെ അവസരം വന്നപ്പോൾ നിങ്ങളെ ഒഴിവാക്കി. ഇപ്പോൾ ചോദ്യം, ഓഗസ്റ്റിൽ നിങ്ങൾ പ്രതികാരം ചെയ്യുമോ അതോ വിജയിക്കുമോ? കാരണം ഈ മാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ യുദ്ധം മറ്റൊരാളോടല്ല, നിങ്ങളുടെ സ്വന്തം കോപത്തോടാണ്. കാർത്തിക ഒരു അഗ്നി നക്ഷത്രമാണ്. ഇതിൻ്റെ അധിപൻ സൂര്യനാണ്. അതിദേവനാണ് അഗ്നിദേവൻ. അതുകൊണ്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു പ്രത്യേക സ്വഭാവമുള്ളത്, അവർക്ക് കള്ളം ഇഷ്ടമല്ല. അനീതി കണ്ടാൽ മിണ്ടാതിരിക്കാനും കഴിയില്ല. എന്ത് ചെയ്താലും ഏറ്റവും മികച്ച ചെയ്യണമെന്ന ആഗ്രഹം. പക്ഷേ ഈ സ്വഭാവം കാരണം പലർക്കും അവർ അഹങ്കാരികളാണെന്ന് തോന്നും. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അഹങ്കാരമല്ല, ആത്മാഭിമാനമാണ് കൂടുതൽ. ജൂലൈയിൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നിങ്ങൾ വിശ്വസിച്ച ഒരു പ്ലാന് വൈകി, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച ഒരാൾ നിങ്ങളെ നിരാശപ്പെടുത്തി. ചില കാർത്തിക നക്ഷത്രക്കാർക്ക് ജോലിയിലെ സമ്മർദ്ദം, ചിലർക്ക് സാമ്പത്തിക ബാധ്യത, ചിലർക്ക് ബന്ധങ്ങളിലെ അകലം. പക്ഷെ ജൂലൈ നിങ്ങളെ തകർത്തിട്ടില്ല, ഓഗസ്റ്റിനായി തയ്യാറാക്കിയതാണ്. ജോലിയിൽ ഓഗസ്റ്റിൻ്റെ ആദ്യ പകുതിയിൽ അധിക ഉത്തരവാദിത്തങ്ങൾ വരാം. നിങ്ങളുടെ കഴിവ് പരീക്ഷിക്കപ്പെടും. ചിലർക്ക് മേലുദ്യോഗസ്ഥരുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. എന്നാൽ ആദ്യ ആഴ്ചകളിലെ സമ്മർദ്ദം തന്നെ പിന്നീട് അംഗീകാരമായി മാറാനുള്ള സാധ്യതയുണ്ട്. ജോലി അന്വേഷിക്കുന്നവർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി നല്ല വാർത്ത ലഭിക്കാം. ബിസിനസ് ചെയ്യുന്ന കാർത്തിക നക്ഷത്രക്കാർ ഈ മാസം പുതിയ ആശയങ്ങൾ വരും. പക്ഷെ എല്ലാ ആശയവും ഉടൻ നടപ്പാക്കരുത്. പങ്കാളികളെ അന്ധമായി വിശ്വസിക്കരുത്. രേഖകൾ വായിക്കാതെ ഒപ്പിടരുത്. മാസാവസാനം ഒരു വലിയ അവസരം തുറക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തികമായി പണം വരും. പക്ഷെ നികുതികൾ, കടങ്ങൾ, അപ്രതീക്ഷിത ചെലവുകൾ എന്നിവ കാരണം കയ്യിൽ നിൽക്കാതെ പോകാം. ഓഗസ്റ്റിൽ വലിയ വാങ്ങലുകൾ ചെയ്യുന്നതിന് മുമ്പ് 2 തവണ ചിന്തിക്കുക. എന്നാൽ മുടങ്ങിയിരിക്കുന്ന ഒരു പണം ലഭിക്കാനോ പുതിയ വരുമാന മാർഗം തുറക്കാനോ സാധ്യതയുണ്ട്. പ്രണയ ജീവിതത്തെ കാർത്തിക നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ ശരിയാണ് എന്ന ചിന്തയാണ്. അത് മാറ്റിയില്ലെങ്കിൽ ചെറിയ തർക്കങ്ങൾ വലിയ അകലമായി മാറാം. വിവാഹിതർ പങ്കാളിയുടെ അഭിപ്രായവും കേൾക്കുക. സിംഗിളായവർ ഒരു പുതിയ പരിചയം നിങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാം. പക്ഷെ ആദ്യ ആകർഷണം മാത്രം നോക്കി തീരുമാനം എടുക്കരുത്. കുടുംബത്തിൽ നിങ്ങളുടെ ഒരു തീരുമാനം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പ്രായമായ ഒരാളുടെ ഉപദേശം ആദ്യം ഇഷ്ടപ്പെടാതെ വന്നാലും പിന്നീട് അതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്ന സാഹചര്യം ഉണ്ടാകാം. ഈ മാസം വീട്ടിലെ സമാധാനം നിങ്ങളുടെ വാക്കുകളെ ആശ്രയിച്ചിരിക്കും. ആരോഗ്യത്തിൽ അമിത ജോലിഭാരം, ഉറക്കക്കുറവ്, തലവേദന, അസിഡിറ്റി പോലുള്ള ചെറിയ അസ്വസ്ഥതകൾ ശ്രദ്ധിക്കണം. വിശ്രമം അവഗണിക്കരുത്. കാർത്തിക നക്ഷത്രക്കാരെ, ഓഗസ്റ്റ് നിങ്ങളെ തടയാമെന്ന മാസമല്ല, നിങ്ങളുടെ തീയെ ശരിയായ ദിശയിൽ ഉപയോഗിക്കാൻ പഠിപ്പിക്കുന്ന മാസമാണ്. കോപം നിയന്ത്രിച്ചാൽ, തീരുമാനങ്ങൾ ക്ഷമയോടെ എടുത്താൽ, വിശ്വസിക്കേണ്ട ആളുകളെ തിരിച്ചറിഞ്ഞാൽ ഈ മാസം അവസാനിക്കുമ്പോൾ നിങ്ങൾ ജൂലൈയിലെ അതേ വ്യക്തിയായിരിക്കില്ല. കാരണം അഗ്നിയുടെ സ്വഭാവം നശിപ്പിക്കുക മാത്രമല്ല, ശുദ്ധീകരിക്കുകയാണ്. ഓഗസ്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ചില വാതിലുകൾ അടച്ചേക്കാം. പക്ഷെ അതിലും വലിയ വാതിലുകൾ തുറക്കാനും സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ തോൽപ്പിക്കുന്നതിലല്ല, സ്വന്തം ദൗർബല്യങ്ങളെ ജയിക്കുന്നതിലാണ്.